കൊച്ചിയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ എന്താണ് സ്ഥിതി എന്നറിയാൻ കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, നഗരത്തിൽ മഴയുണ്ടോ? കൊച്ചി നഗരം എങ്ങനെയാണ് സ്ഥിതി? വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഇന്നലെ നമ്മൾ വരുമ്പോൾ ഇവിടെ വലിയ തോതിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ മഴയത്ത് വന്നടിഞ്ഞ വേസ്റ്റ് ഒക്കെ തന്നെ ആളുകൾ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഇനി മഴയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രി വലിയ മഴ എറണാകുളം ജില്ലയിൽ എമ്പാടും ഉണ്ടായിരുന്നു. അത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മഴയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഈ നഗരമേഖലയിൽ, ഗ്രാമീണ മേഖലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഈ കോതമംഗലം, മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ മഴയുണ്ട്. ആ ഒരു വനമേഖല കേന്ദ്രീകരിച്ചുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വിവരം. നിലവിൽ ഈ എറണാകുളത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 31 വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂവാറ്റുപുഴ താലൂക്കിൽ മാത്രം 10 വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ഈ മരം വീണുള്ള പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ആലുവയിൽ ഉണ്ടായിട്ടുണ്ട്. മൂവാറ്റുപുഴ, ഈ അങ്കമാലി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായി. അതോടൊപ്പം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. കാലടിയിൽ 3 വീടുകളിൽ വെള്ളം കയറി. ഒപ്പം തന്നെ ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു എന്നതടക്കമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കൃഷിനാശം വ്യാപകമായി തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ. അവിടെയൊക്കെ തന്നെ അതിന്റെ കണക്കെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഈ എറണാകുളത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കൃത്യമായി തന്നെ പഠനം നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആലുവ, മണപ്പുറവും അതോടൊപ്പം തന്നെ ശിവക്ഷേത്രവുമാണ്. ഇന്നലെ വന്ന സമയത്ത് ഏതാണ്ട് ഇതിന്റെ പകുതിയോടടുത്ത് വെള്ളം ഉണ്ടായിരുന്നു. ആറാട്ടൊക്കെ നടന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ ഈ മണപ്പുറത്തു നിന്ന് വെള്ളം ഇറങ്ങി, ക്ഷേത്രത്തിൽ നിന്നും വെള്ളം ഇറങ്ങിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ മേഖലയിൽ, എറണാകുളം ജില്ലയിൽ രാവിലെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോഴും മഴ ശക്തമായി പെയ്യുകയും ചെയ്യുന്നുണ്ട്. SK. ആലുവയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് ശ്രീകാന്താണ്.